വിശക്കുണ്ടാവും. എന്താ കൊടുക്കുക ചാക്കോട്ടന്? ശരിയാ. ചേച്ചി നമ്മ അടുത്തു. നമുക്ക് ശോഭാമ്മയുടെ വീട്ടിൽ ടി വി കാണാൻ പോയാലോ? വേണ്ട മോനെ, അമ്മ വരുമ്പോ നമ്മള് ചീത്ത പറയും. അപ്പുറത്തെ വീട്ടിൽ ടി വി കാണാൻ പോയാ പിന്നെ അവിടുത്തെ ചേച്ചിക്ക് നമ്മളെ ഇഷ്ടമല്ലോ. ആ ചേച്ചി, എനിക്കാണെങ്കിൽ ശോഭാമ്മയുടെ വീട്ടിൽ ടി വി കാണാൻ പോണം. ചേച്ചി വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകും ടി വി കാണാൻ ശോഭാമ്മയുടെ വീട്ടില്. ഓ ശരി, നീ ഇത്രയും നിർബന്ധം പിടിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ടി വി കാണാൻ പോവാം. ഒറ്റയ്ക്ക് പോണ്ടവാ. ശോഭാമ്മ, ഞങ്ങള് ടി വി കാണാൻ വന്നതാ. അതിനെന്നാ മക്കള് കേറി വാ. ടി വി കണ്ടോട്ടാ. ശോഭാമ്മ തിരിയാനെ കിടക്കട്ടെ കേട്ടോ. ആശങ്ങൾ വന്നേക്കുന്നു. നേരം വെളുത്ത എവിടെ ടി വി കാണാനാന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൊച്ചിനെ അങ്ങോട്ട് ചീത്തയാക്കാനായിട്ട്. മോനിവിടെ ഇരുന്നേ. പൊന്നു, ഇവിടെ ഇരുന്ന് കഴിച്ചോളണം. എങ്ങും എഴുന്നേറ്റ് പോകരുത് കേട്ടാ. വെടിക്ക്. രാവിലെ തന്നെ വന്നിരുന്നോളൂ. ആ കൊച്ചിന് ഒരു സാധനം കൊടുക്കാനായിട്ട് പറ്റില്ല. ഇവറ്റകളെ കൊണ്ട് തോറ്റു. അങ്ങനെ ടി വി കാണണ്ട. എന്റെ അടുത്ത കളി. നിന്നോട് ഞാൻ അതൊക്കെ വെച്ച് തന്നാണ് പല പ്രാവശ്യം പറഞ്ഞ ഇവിടെ വന്നിരിക്കരുതെന്ന്. കറണ്ട് പോയി. ടി വി കാണാൻ നിൽക്കണ്ട. എല്ലാവരും വീട്ടിൽ വെക്കേ. ആ കൊച്ചുങ്ങള് ടി വി കണ്ടുവെച്ച് പോയോ മക്കളെ? ആ പോയി. അമ്മ ആ പിള്ളേരെ വഷളാക്കണത്. രാവിലെ തന്നെ വന്നോളൂ. നിങ്ങളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി ആര് സമാധാനം പറയും? അവർക്ക് ടി വി ഇല്ലാഞ്ഞിട്ടല്ലേ മോളെ? ടി വി ഇല്ലാന്ന് വെച്ചാൽ ഇവിടെ വന്നാണ് ഇരിക്കണത്. കൊച്ചുങ്ങളല്ലേ, അങ്ങനെയൊന്നും പറയരുത് മോളെ. പാവം കൊച്ചുങ്ങളല്ലേ, നമ്മുടെ അടുത്തുള്ള കൊച്ചുങ്ങളല്ലേ. നമ്മളും വന്ന വഴിയൊന്നും മറക്കരുത്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയാമുള്ളൂ. എന്റെ സ്വഭാവം ഇങ്ങനെയാ. അത് മാറ്റാൻ ആർക്കും പറ്റില്ല.